ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സുശീല രാഹുൽ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ്. തന്നെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു. സുശീലയാണ്, സത്യന്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇല്ല, അവരെ കയറ്റി വിടണ്ടെന്ന് രാഹുൽ ഡോക്ടർ പറയാം കേട്ടോ. മറ്റൊരു വഴിയില്ലാതെ നമ്മുടെ സുശീല OP ടിക്കറ്റ് എടുത്തിട്ടാണ് രാഹുലിനെ കാണാൻ പിന്നെ കയറിയത്. അങ്ങനെ നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ച് രാഹുൽ ദേഷ്യപ്പെടുകയാണ്. ചൂടാവില്ല എന്റെ ഡോക്ടറെ, ഞാൻ ഡോക്ടറോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. രാഹുൽ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറയാണ്. ഞാനും ഇന്ദുവും തമ്മിൽ പിരിയാൻ പോവുകയാണ്. എന്തായാലും ഇനിയിപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വെറുതെ എന്റെ പിറകെ നടന്ന് ശല്യപ്പെടുത്തണ്ടെന്നുള്ള കാര്യം രാഹുൽ ഡോക്ടർ പറയാൻ കേട്ടോ. അത് കേട്ടത് സുശീല പറഞ്ഞു, ഡോക്ടർ കാരണമാണല്ലോ എന്റെ മോന്റെ കല്യാണം മുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണം മുടക്കിയത് നിങ്ങളും അല്ലേ? ഡോക്ടർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സുശീല ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിങ്ങളുടെ മകനായ സത്യനോട് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. എന്റെ പക മുഴുവൻ നിങ്ങളോട് മാത്രമായിരുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ചടങ്ങിൽ വെച്ച് നാണം കെടുത്തണമെന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ചെയ്തത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാന്ന് പറയാട്ടോ. അത് കേട്ടതും എന്റെ കൂടെ ഉണ്ടായിരുന്നവരോ? അതെ, സുധനങ്കൾ. അത് കേട്ട് നമ്മുടെ സുശീല അന്തം വിട്ട് നിൽക്കണ്ടോ. സുധനോ? അതെ, സത്യൻ ഇപ്പൊ വിവാഹം കഴിച്ച പ്രതിഭയില്ലേ, അവളുടെ അച്ഛൻ. പിന്നെ അങ്ങേരുടെ മകളെ കൊണ്ട് സത്യനെ വിവാഹം ചെയ്യിപ്പിക്കാനായിരുന്നു പ്ലാന്. എന്നാൽ രവിയില്ലേ, നിങ്ങളുടെ പെറ്റായ ഹർഷയുടെ ഭർത്താവ്, അവന് നിങ്ങളെ തന്നെ നശിപ്പിക്കാനായിരുന്നു ഉദ്ദേശം എന്ന് പറയാം കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് സുശീല ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു തിരിച്ചടി സുശീല ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇനി എന്തായാലും എനിക്ക് മറ്റൊന്നും പറയാനില്ല, ദേവി ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് രാഹുൽ പറയാം. ഇല്ല ഡോക്ടറെ, ചിലപ്പോൾ ഞാൻ ഇനിയും വന്നേക്കും. പക്ഷെ ഡോക്ടർക്ക് കൂടി ഉപകാരമുള്ള എന്റെ കാര്യത്തിനായിരിക്കും അത്. എന്നെ ശല്യപ്പെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമെന്ന് രാഹുലും പറയാം കേട്ടോ. അങ്ങനെ സുശീല പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദാസങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അമ്പിളി കേട്ടോ. അമ്പിളി മാത്രമല്ല, രഘു ഉണ്ട്. അമ്പിളിയുടെ പ്രശ്നം ഇപ്പം നമ്മുടെ രഘു വീട് എന്താ പറയാ, അനന്തമാഷിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് പൈസയും വീടും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാം തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇതാണ്. അതായത് ഷെയർ ചോദിക്കണം. കുടുംബപരമായിട്ടുള്ളതിന്റെ എല്ലാത്തിന്റെയും ഷെയർ അമ്പിളിക്കും രഘുവിനും വേണം. എന്നിട്ട് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം, അവിടെ താമസിക്കണം എന്നൊക്കെയാണ് അമ്പിളി ആഗ്രഹിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അനന്തമാഷിനോട് ഷെയർ വയ്ക്കാൻ വേണ്ടിയാണ് അവിടുന്ന് രഘുവിനെയും കൂട്ടി കുറ്റിപ്പുറപ്പെട്ട് പോന്നിരിക്കുന്നത്. ദാസാറ് ഞാൻ 2 ദിവസം കൊണ്ട് പറഞ്ഞ് ഒരു തീരുമാനമാക്കി തന്നാ പോരെ എന്നൊക്കെ അമ്പിളിയോട് ചോദിച്ചിട്ടോ. അപ്പം അത് കുഴപ്പമില്ല, അപ്പോൾ 2 ദിവസം കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ എന്നാണ് അമ്പിളി പറയുന്നത്. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചോദിച്ച് തീരുമാനമായാൽ മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു കാല് അമ്പിളി വെക്കൂന്ന്. ചീരുവിന്റെ മക്കളെ വരെ അവിടെ വെച്ചിട്ടാണ് വന്നത്. ആ സമയത്താണ് നമ്മുടെ വിനയൻ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിലെ ബില്ല് പോലും തന്നെ കൊണ്ട് പേ ചെയ്യിപ്പിക്കാതെ അനന്തമാഷാണ് എല്ലാം അടച്ചത് എന്നുള്ള കാര്യം കൂടി വിനയൻ അവിടെ പറഞ്ഞതോടുകൂടി അമ്പിളി ഒന്നുകൂടി ദേഷ്യപ്പെടുകയാണ്. വീടിന്റെ പിന്നാമ്പുറത്ത് മരം വീണ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞെന്ന് പറഞ്ഞപ്പോ 3000 രൂപ എടുക്കാനില്ലായിരുന്ന അച്ഛൻ ഇപ്പൊ 22,000 23,000 ഹോസ്പിറ്റൽ ബില്ല് കൊടുത്തില്ലേ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ നമ്മളോട് അച്ഛനുള്ള വേർതിരിവ് എന്നൊക്കെ അമ്പിളിയോടൊന്ന് ദേഷ്യപ്പെട്ട് പറയണ്ടോ. അപ്പൊ ദാസ് സാറ് പറയാണ്, ഈ 2 സാഹചര്യങ്ങളും വേറെ വേറെയാണ് അമ്പിളി, ഇനി അതൊന്ന് മനസ്സിലാക്കുന്നൊക്കെ പറയണ്ടോ. പക്ഷെ എന്ത് പറഞ്ഞിട്ടും അമ്പിളിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ വിനയം പറഞ്ഞു, അയ്യോ ഞാൻ അച്ഛനോട് ബില്ലൊന്നും അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അടയ്ക്കാം കേട്ടോ. ഞാൻ അടയ്ക്കാൻ ചെന്നപ്പോഴേക്കും അച്ഛൻ അടച്ചിരുന്നു, അതുകൊണ്ടാന്നൊക്കെ പറയാം കേട്ടോ. അതുകൊണ്ടൊന്നുമല്ല, ഇവള് ചില സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയും പൊട്ടത്തരത്തിനെന്നൊക്കെ രഘു പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് പൊട്ടത്തരമായല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അമ്പിളി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാൻ കേട്ടോ. ഈ അമ്പിളിക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയാതെ വിനയൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ജീവൻ രാജിന്റെ വീടാണ് കേട്ടോ. ജീവൻ രാജിന്റെ വീട്ടില് ജീവൻ രാജ് അച്ഛനോടും അമ്മയോടും ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഞ്ചാടിക്ക് തന്റെ ബർത്ത്ഡേ എവിടെ വെച്ച് ആഘോഷിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് കേട്ടതും ജീവന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമാവാണ്. ഞങ്ങൾ അവളെ ഞങ്ങളുടെ മകന്റെ ജീവൻ തിരിച്ചു തന്ന ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത്. മാത്രമല്ല അവളുടെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ നിന്റെ ഭാര്യയായിട്ട് അവള് തന്നെ ഞങ്ങളുടെ മരുമകളായിട്ട് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ മരുമകളായിട്ടല്ല, ഞങ്ങളുടെ മകളായിട്ട് തന്നെ ഞങ്ങൾ അവളെ സ്വീകരിക്കുന്നെല്ലാം അമ്മയും അച്ഛനും പറയാം കേട്ടോ. അതെല്ലാം കേട്ട് ജീവനും സന്തോഷമാവുകയാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛനും അമ്മയും പറയാണ്, ഇവരെ തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു. അവന്റെ മുഖത്തൊരു കള്ളച്ചിരി കണ്ടില്ലേ. പിന്നെ ഇഷ്ടമില്ലാതെ അവൾ ഇവിടെ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറയോ? നമ്മളെ പ്രാർത്ഥന പോലെ എല്ലാം നടക്കുന്നൊക്കെ അവരും പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജീവൻ രാജ് എന്തായാലും മഞ്ചാടിയോട് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അനന്തമാഷിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മഞ്ചാടി ബർത്ത്ഡേ
ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്, പണവും ചോദിക്കുന്നുണ്ട്. അനന്തമാഷ് അതിനൊക്കെ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരുടെ ജീവന്റെ വീട്ടിൽ വെച്ചാണ് ആഘോഷിക്കുന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഏത് സുഹൃത്തുക്കളുടെ കൂടെയാന്നൊക്കെ മഞ്ചാടിനോട് അനന്തമാഷ് ചോദിക്കുന്നുണ്ട്. മോളുടെ ഈ പിറന്നാളിന് നമ്മുടെ പഞ്ചരത്നം വീട്ടിൽ വെച്ചിട്ട് മോക്ക് വലിയൊരു സർപ്രൈസ് തരണം എന്നായിരുന്നു അച്ഛൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ലല്ലോ. പക്ഷെ വിഷുവിന് തന്നെ അങ്ങനെ ഒരു സർപ്രൈസ്, മോളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സർപ്രൈസ് മോൾക്ക് ഈ അച്ഛൻ തരും എന്ന് തന്നെ അനന്തമാഷി പറയാം കേട്ടോ. അതെന്താണെന്നറിയാതെ മഞ്ചാടി ഒന്ന് ടെൻഷൻ ആവുന്നു. ഭീമൻ രാജിനെ കണ്ടപ്പോൾ മഞ്ചാടി ഈ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തായിരിക്കും ഓർത്തുള്ള ഒരു ടെൻഷൻ രണ്ടുപേർക്കും ഉണ്ട്. എന്നാലും ഈ സാഹചര്യം താൻ ഫേസ് ചെയ്തല്ലേ പറ്റൂ, അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ആയിരിക്കാനാണ് പറയുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശബരിയുടെ ഓഫീസാണ്. അവിടെ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 20 ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടാണല്ലോ നമ്മുടെ ദയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിതിന് കൊടുത്ത ആ ഒരു പണം. അപ്പം അതിന്റെ ഒരു പ്രശ്നത്തിൽ ഇപ്പം പുതിയ പ്രൊഡക്ട്സ് എല്ലാം വിഷുവിന് ഇറക്കുമ്പോൾ പണം മുൻകൂറായിട്ട് കൊടുത്താൽ മാത്രമേ പ്രൊഡക്ട്സ് കിട്ടൂ. അതിന്റെ ഒരു ടൈറ്റിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ദയയും അനിതയും അങ്ങോട്ട് വരുന്നത്. വിഷമിച്ചിരിക്കുന്ന ശബരിയോട് കാര്യം തിരക്കുമ്പോഴാണ് ശബരി കാര്യങ്ങളെല്ലാം പറയുന്നത്. എനിക്ക് വേണ്ടിയല്ലേ ശബരിയായിട്ട് ആ പണം കമ്പനിയിൽ നിന്ന് എടുത്തത്, പകരം ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണം എടുത്ത് ഈ പ്രതിസന്ധി തീർത്തൂടെയെന്ന് ദയ ചോദിക്കുക. പക്ഷെ ആ പണം എടുക്കാൻ എനിക്ക് തോന്നുന്നില്ലെന്ന് ശബരി പറഞ്ഞപ്പോൾ അതിലൊരു കുഴപ്പമില്ല, അത് നിതിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തിരിച്ച് നമ്മൾ കൊടുത്ത പണം തിരിച്ചു തരുന്നതായിട്ട് സങ്കല്പിച്ചെടുത്താൽ മതി എന്ന് അനിതയും ദയയും പറയാനുണ്ടോ. അങ്ങനെ ഒരു വിധം ശബരിയുടെ മനസ്സ് മാറുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ട് നമ്മുടെ അളിയൻ ധനഞ്ജയൻ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഇടയിൽ എന്ത് കുത്തുതിരിപ്പും കൊണ്ടാണ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ മഞ്ചാടിയുടെ കാര്യത്തിൽ അനന്തമാഷ് എന്തോ കാര്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിഷു ദിനത്തിൽ തന്നെ ആ ഒരു സർപ്രൈസ് പൊട്ടിക്കുകയും ചെയ്യും. മഞ്ചാടിക്ക് അതൊരു ഷോക്കായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും അനന്തമാഷ് ജീവൻ രാജുവായിട്ടുള്ള മഞ്ചാടിയുടെ ബന്ധത്തിനെ അനുകൂലിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിൽ കാണുന്നില്ല. പിന്നെ ഒരിക്കൽ ചതിച്ച ഒരുത്തനെ വിശ്വസിക്കാൻ മാത്രം മഞ്ചാടിക്ക് അങ്ങനെ ഒരു മനസ്സ് വന്നെങ്കിലും കുടുംബത്തിൽ ആരും തന്നെ അതിനെ അനുകൂലിക്കാൻ ഒരു വഴിയുമില്ല. സുശീല എന്തായാലും നമ്മുടെ പ്രതിഭയെ ഇനി സത്യന്റെ ഭാര്യയായി തുടരാൻ അവിടെ അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തന്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വന്നത്, സച്ചി സാറിന്റെ മകളുമായിട്ടുള്ള വിവാഹം മുടങ്ങാൻ പോലും കാരണം സുധനാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞതോടുകൂടി പ്രതിഭയോട് ഉണ്ടായിരുന്ന ദേഷ്യം 10 ഇരട്ടി മടങ്ങായിട്ടുണ്ടാവും. അതോടുകൂടി ഇനി പ്രതിഭയ്ക്ക് അങ്ങോട്ട് കഷ്ടകാലമായിരിക്കും. പക്ഷേ എന്തായാലും പ്രതിഭയും കൂടി സത്യം ഒരുപക്ഷെ അവിടുന്ന് ഇറങ്ങി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് മിക്കവാറും. അല്ലാതെ നമ്മുടെ ഇന്ദ്രനെ പോലെ ഭാര്യയെ തള്ളി പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. സുശീലയ്ക്ക് എന്തായാലും ഒരു തിരിച്ചടി അത് എല്ലാ അർത്ഥത്തിലും കിട്ടണം. പക്ഷെ അത് ഇന്ദ്രന്റെ അടുത്ത് നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് കിട്ടേണ്ടത്. വീണ്ടും അടുത്ത കിടല എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.